ശരി രാവിലെ മുഖത്ത് മീശ രണ്ടു പെണ്ണിലും വീടിലേക്ക് കമ്പനി കൊണ്ടുകൊടുക്കാൻ പറഞ്ഞല്ലേ എന്നിട്ടാണ് മീശ വെച്ച് കളിക്കണേ. വേഗം വാ വീട്ടിലൊക്കെ. നിങ്ങൾക്ക് എന്ന കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്. അപ്പൊ എന്തൊക്കെയാണ് പ്രായം കുറഞ്ഞ ചെക്കന്മാര് പലതരത്തിലുള്ള മീശകൾ വെച്ച് കാണുമ്പോ എനിക്ക് കുട്ടിയാവില്ലേ? അത് എന്തിനാണ് നീ വിഷമിക്കണേ? മീശ വെച്ചടാ. നീ ഇപ്പൊ എന്ന് വരും വെച്ചിട്ടാ? ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് വർഷം 10-30 എനിക്ക് മീശ ഇല്ലാത്തവരുടെ വിഷമം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ എന്റെ കേശു, മീശ അത്ര വലിയ കാര്യമൊന്നുമല്ലടാ. അതിനെ ഒരാണായി നോക്കണം, അപ്പൊ മനസ്സിലാവും. ഒരാണ് നിനക്ക് എന്താടാ? നിന്റെ അച്ഛന് മീശ ഉണ്ടായിട്ടാ? മൂപ്പർക്ക് മീശ ഇല്ലേലും ഇവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ കാര്യമായിരുന്നു. അത് ശരി. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മീശ ഇല്ലാത്തത്. അല്ല, നിങ്ങൾക്ക് മീശ കല്യാണം കഴിച്ചപ്പോ അങ്ങനെയാച്ചോ എനിക്ക് ഈ ഗതി വരികയാണ്. അതല്ല അമ്മേ, മീശ ഇല്ലാതെ ആൾക്കാരോടൊന്നും പറയണേ എനിക്ക് സങ്കടമായിരിക്കും. തന്നെയല്ല, നിങ്ങൾ ആരും മുഖത്തേക്ക് തിരിഞ്ഞ് നോക്കണില്ല. അല്ലാണ്ടെന്താ, അമ്മക്കറിയില്ലേ നമ്മളെ പതിയാട്ടി വളപ്പിലെ രാജന്റെ കൂടെ സുശീല ഓടിപ്പോയത്? ഓന്റെ മീശ കണ്ടിട്ടല്ലേ? പിന്നെ അമ്മക്കറിയോ ആ നമ്മുടെ ടൈലർ കട നിൽക്കുന്ന വേശു? പനങ്കുല പോലെ മുടിയില്ല. മീശ ഇഷ്ടമായിരിക്കുമല്ലോ. അമ്മല്ലേ? അയ്യോ, പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടമേ ഉള്ളൂ. എന്നാലേ ഞാൻ അവളുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. എന്തിന്? എന്ത് കല്യാണം? അതൊക്കെ ശരിയാവും. എനിക്ക് അതിന് മാത്രം കല്യാണ പ്രായമൊക്കെ ആയോ? പിന്നെ എപ്പോഴാണ് കേൾക്കാറ്? മൂക്കിന് പരിപാടിച്ചിട്ടാ? അതെ, ഞാൻ എന്തായാലും ഒപ്പിക്കാൻ പോവാ. പനങ്കുല പോലെ മുടിയുള്ള വേശുവിനെ സ്വപ്നം കാണാനേ ഒരു സുഖമുണ്ട്. ഈ നാട്ടിലെ പെണ്ണായ പെണ്ണുങ്ങൾ
അങ്ങനെ നോക്കി നിൽക്കുന്ന ഈ മീശ എനിക്ക് ഇഷ്ടമാണ്ടിരിക്കുന്നു. മീശ ഞാൻ ഒരുപാട് അതിനെ നോക്കി നിന്നിട്ടല്ലോ. വിഷു നിന്റെ ഈ എണ്ണക്കാച്ചിയ മണമുള്ള മുടിയുണ്ട്. ഞാനും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്താ ഇത് കാണുമ്പോ എനിക്കൊരു ശരിയാണ്. അതിന് ഒരാളിനൊക്കെ തോന്നാ. വിഷു നിന്റെ ഈ ഇളപൂർണ്ണ മുടിയുണ്ട്. ഇത് രണ്ട് സൈഡിലും മെടഞ്ഞിട്ട് അതില് മുല്ലപ്പൂ ചൂട് നോക്കിയാ നല്ല ഭംഗിയുണ്ടാവും. കേശവേട്ടനെ നിഷ വളച്ചു വെച്ച് അതിന്റെ മുകളിൽ 2 കോളാമിപ്പൂ വെച്ച എന്താ നിലാവത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടോ? അപ്പൊ നിനക്ക് ടൈലർ പണി മാത്രല്ല കവിത പറയാൻ അറിയാലേ? വിഷു എന്താ വിഷുവേട്ടാ? നീ ഒന്ന് ചിരിച്ച. അവളുടെ കണ്ണിലും മനസ്സിലും സദാശിവട്ടോട് പ്രണയ അതിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്താ കാണുന്നുണ്ട്? അവളുടെ നോട്ടം മുഴുവൻ എന്റെ ഈ കയ്യിലിരിക്കുന്ന റോസാപ്പൂവിലേക്കാണെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് ഞാൻ പറയണ മൂട് കിട്ടുന്നില്ല കള്ള. നിങ്ങൾ ആ മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റോസാപ്പൂ വേശുവിന്റെ മുന്നിലേക്ക് ചൂടുമ്പോ എന്ത് സുഖം ഉണ്ടാവുക, എന്ത് മണം ഉണ്ടാവുക. നിങ്ങൾ നാല് മണം നോക്കി. ഇപ്പൊ ഇവിടെ ആകെ ഈ റോസാപ്പൂവിന്റെ മണം മാത്രം. എന്റെ കണ്ണിലും എന്റെ മൂക്കിലും എന്റെ ഓരോ ശ്വാസത്തിലും ഈ റോസാപ്പൂവിന്റെ മണം മാത്രം. ഒരു മ്യൂസിക്കിന്റെ കുറവുണ്ടല്ലോ കള്ള. ആ മുടിയിൽ ഈ റോസാപ്പൂ ചൂടും നിന്റെ കാക്ക കൊണ്ടുവരുന്നില്ലേ? അതൊക്കെ ഉണ്ട്. ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേ? ഇവൻ എന്താണ് എന്റെ സ്വപ്നത്തിൽ? എന്റെ സ്വപ്ന അതുകൊണ്ടാ. നിങ്ങൾ വിഷമിക്കണ്ട. ധൈര്യമായിട്ട് വേശുവിന്റെ സ്വപ്നം കണ്ടോളി. അത് നടപ്പിലാക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ആരും നിൽക്കണ്ട. ഓന്റെ സ്വപ്നത്തിൽ നിൽക്കണ്ട. നീ പോരി. എനിക്കെന്താ മീശ, നീ എളുപ്പം പോയി നോക്കിയാ ആ പട്ടാളക്കാർക്കുള്ള മീശ നാളത്തെ വണ്ടിക്ക് പോകാനല്ലേ? കെട്ടിവെച്ചു കേശവേട്ടാ. അല്ല അതല്ല, ആ പാർട്ടിക്കാർക്കുള്ള മീശ അത് വേണ്ട. അതത്രയ്ക്ക് എളുപ്പമൊന്നും പോകണ്ട. തന്നെയല്ലാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കില്ലേ. പിന്നെ അതത്രയ്ക്ക് ഉണങ്ങൊന്നും വേണ്ട. ഒരു മഞ്ഞിച്ചിട്ട് ഉണങ്ങിയാ പോരെ. ആ പിന്നെ പത്രക്കാർക്കുള്ള മീശ ആദ്യം തന്നെ കൊടുക്കണം. അവരായിപ്പോ കുടുങ്ങി നടക്കണം. പാവങ്ങളെ കോടതിയിൽ പോലും കേട്ടാതായിരിക്കും. അതല്ല കേശവേട്ടാ, ആ പ്രസിഡന്റ് പെണ്ണുകാണാനുള്ള മീശ അതിന് കൊടുക്കാന്നല്ലേ പറഞ്ഞേ? അത് മറന്നാ? അത് മറന്നല്ലോ പേശേ. എന്താ ചെയ്യാ? അല്ല, അതൊരു വരമീശയല്ലേ വേണ്ടു. ക്യാരക്ടർ മീശയല്ലേ? തൽക്കാലം
ഇത് അടുത്തിങ്ങനെ കാണിച്ചോ. അമ്മാ 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 രണ്ടാമത് മീശ കൊടുങ്ങമ്മ. അയ്യോ പേടിക്കണമോ മീശ ആവണമല്ലോ. പോയിട്ട് പിന്നെ ഒരു മീശ കൊടുങ്ങമ്മ. മീശ പോലും ഇല്ലാത്തോ. ഇതോ വേറെ ധർമ്മോ ഇരിക്കണേ ഈ വിഷയം വെച്ച് നോക്കി. നിങ്ങൾക്ക് വടിയെന്തിനാ? പിന്നെ വെച്ച് നോക്കുമ്പോൾ ശ്രദ്ധയൊക്കെ വേണം. കുട്ടികൾ ടിക്കറ്റ് ചെയ്യാൻ നോക്കണം. പോകേശ്വരേട്ടാ ആ പാവൊന്ന് ജീവിച്ചു പോട്ടെ. പോട്ടെ. ആദ്യം ചട്ടിത്തര എടുത്ത് വായിക്കാം. ഈശയില്ലാത്തവന്റെ മോത്തെ ഒന്ന് നോക്ക് വേശോ. എന്താ പുറത്തിറങ്ങാറില്ല. അമ്മയും പറയാറുണ്ട് വേഷവട്ടിന്റെ മീശ വെച്ച് കഴിഞ്ഞാൽ ധൈര്യം വരുന്നു. ആദ്യം നമുക്ക് നിന്റെ അളവ് തിരിച്ചു വേഷോ ആ 8 മീശ കൊടുത്ത ഇത് കേശേട്ടാ നിനക്ക് പറ്റിയ മീശ പോലെ എങ്ങോട്ടാ നീ പോകുന്നേ? ഇങ്ങോട്ടല്ലേ പോണ്ടേ? അയ്യോ കേശേട്ടാ 8 ആണ്ടിന്റെ കാര്യം പറഞ്ഞോ. ആ മാഷന്മാർക്കുള്ള മീശ അത് കൊടുത്തില്ലല്ലോ. എന്റെ വേശു ആ മാഷ്മാരെയൊക്കെ കുട്ടികൾക്ക് അത്ര പേടിയൊന്നും ഇല്ലെന്നേ. ആ പിന്നെ കൊടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ ആ തട്ടുമുറിക്കുന്ന DPP മീശയില്ലേ അതെടുത്തും കൊടുത്താൽ മതി. അതാവുമ്പോ കറക്റ്റായിട്ട് ചേർന്നോ. എന്താ രണ്ടാമത് കൂടി വിജ്ഞാനം പറഞ്ഞില്ലേ? ഓ നിങ്ങളോ വേശുവേ എന്റെ മുടി കാണാൻ നല്ല ഭംഗിയാട്ടാ. ഇവരുടെ കാര്യം അല്ല കേശവേട്ടാ ഈ വേശുവിന്റെ മുടി പോലൊരു മുടി ഇത് എനിക്ക് വെട്ടാൻ വേണ്ടിയിരുന്നേ. എന്താ നിനക്ക് വെട്ടണം? അതല്ല ഞാൻ വന്ന കാര്യം പറയാം. ഈ മീശ വെച്ച് നടക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഒരു വിമിഷ്ടം ഇത് വെച്ച് നടക്കുമ്പോ നാട്ടുകാരൊക്കെ എന്നെ കള്ളനെ പോലെ നോക്കുന്നെന്ന് തോന്നല്. അതുകൊണ്ട് പകല് മാന്യന്മാരെ പോലെ നടക്കാൻ ഒരു മീശ വേണം. എഴുതൊക്കെ പിതാവരാ നിനക്ക് പറ്റിയ മീശ ഇവിടെ ഇല്ല. നീ ഇപ്പൊ ഉണ്ടാക്കാനും പറ്റില്ല. എന്താ കേശവേട്ട ആഹാ നിനക്ക് പറ്റുന്നല്ലോ. ഇങ്ങനെ വരട്ടെ. നിങ്ങൾ
എന്ത് പൊട്ടിത്തെറിയാ വിഷയത്? മാങ്ങാതൊലി. ഉറങ്ങിയിട്ടില്ലടി, എല്ലാം പൊട്ടിത്തെറിക്കണ്ട. ഉറങ്ങിയില്ല അച്ഛൻ, ഞാനിപ്പോ എന്താ ചെയ്യാ കേശവേട്ടാ? ഇവിടെ ഒരു 100 വട്ടം പണിയുണ്ട്, അറിയോ നിങ്ങൾക്ക്? ഈ മീഷൻ കാട്ടിലും അടുത്ത പണി എല്ലാം കൂടി എനിക്ക് ഒക്കണ്ടേ? അതിന്റെ ഇടയ്ക്ക് ഓരോന്ന് പണിക്ക് 2 ആളെ നിർത്തിയേ വെച്ചു. നിർത്താലോ? അല്ലാതെ കേട്ടില്ലല്ലോ. എന്താ വിഷയം കാണിക്കണേ? അത് നാടകക്കാർക്ക് കൊടുക്കണം വിഷയല്ലേ? എല്ലാം കൂടി ഇട്ട പൊട്ടിത്തെറിക്കില്ലേ? കേശവേട്ടാ, എന്തോ കേശവേട്ടാ, ഒന്ന് രക്ഷിക്കണം. ഈ മീശ നോക്കിയേ, എപ്പോ നോക്കിയാലും പുച്ഛം. അടുത്ത മീശ പോയി പോയി ഒറ്റ മീശ ആയിരുന്നു. നോക്കുമ്പോ മീശ പ്രശ്നമാണല്ലോ. ഈ പുച്ഛം പോയി പോയി ചിലപ്പോ ഉച്ചസ്ഥാനത്ത് അത് ദാഷ്ട്യം വരെത്താം. അങ്ങനെ പിന്നെ മീശ ഒരിക്കലും പറയില്ല കേട്ടോ. ശരിയാക്കി തന്നു. നോക്കട്ടെ, കേശോ നീ ആ പെട്ടി കൊണ്ടുവരണം. അല്ല, എപ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറ്? എന്താ ശേഖരമാമയുടെ മോളുടെ കല്യാണത്തിന് പോകാൻ എനിക്കൊരു സാരി കൊടുത്തു. ശേഖരമാമയുടെ മോളുടെ കല്യാണത്തിന് ആ സാരി അത് പുതിയത് കിട്ടി തന്നെ. ഞാൻ ലക്ഷ്മണേട്ടന്റെ കടയിൽ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കല്യാണമായിട്ട് പുതിയ സാരിയോ? ഓരോ കല്യാണത്തിനും ഓരോ സാരിയാ? ഇവിടെ പണം വായിക്കുന്ന മരമൊന്നുമില്ല. എപ്പം നോക്കിയാലും അഞ്ഞിലേക്ക് നടക്കണ പണി ഒക്കെ സമയമല്ലോ. കണ്ടോ കണ്ടോ, കൊടുക്കാവുമ്പോഴാ എല്ലാം പ്രശ്നവും. മനസ്സിലായി? പുതിയ മീശ, ചക്കര പന്തല്. ഇനി ഒന്ന് നോക്കിയാ നമ്മുടെ ശേഖരമാമയുടെ ശേഖരമാമയുടെ മോളുടെ കല്യാണത്തിന് പോകാൻ എനിക്ക് ചേരണ സായി കണ്ടിട്ടുണ്ട്. പായോ നമുക്ക് ഊഹവാതിൽ ശേഖരമാമയുടെ മോളുടെ കല്യാണത്തിന് എനിക്ക് സാരി. സാരിയോ? ഭാഗ്യം കണ്ണടയ്ക്ക്, കണ്ണടയ്ക്ക് ഭാഗ്യം, കണ്ണടയ്ക്ക്. ഇനി കണ്ണു ഇഷ്ടപ്പെട്ട ശരിക്കും ഇത് വേണം. ഇതോ? അല്ലല്ല, എനിക്ക് ഇഷ്ടമല്ല. ശരി, അതൊക്കെ മതി. അതാകുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാണ് കേശവേട്ടന്റെ മീശയുടെ തുക. എന്താ ഒരു മണം? ഒരു കരിഞ്ഞ മണം. എന്താണ് തോന്നുന്നു? യേശു, നീ എളുപ്പമൊന്നും ചെന്നോ. ഈ മീശ മാറ്റാത്രേ. അല്ല, എന്റെ മീശയ്ക്ക് എന്താ ഒരു പ്രശ്നം? യേശുവിന്റെ ഓരോ ചിന്തകളെ. അപ്പുറത്തുനിന്ന് ഉറങ്ങിയ അല്ലേലും മീശോണ്ടിങ്ങനെ കിടന്ന് അപ്പ കൂക്കം വരും. എന്നാലും മീശോൾക്ക് എത്ര ബലം ഉണ്ടാവുന്നു ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഓരോ
അപ്പോ എന്റെ മീശ നിലാവ് കുതിച്ചു നിൽക്കണ അമ്പിളിമാമനെ പോലെ അല്ലേ മീശ? തുടങ്ങി കുച്ചുമ്പയും പറയുന്നത് പുതിയ കേശവേട്ടൻ ഇതുപോലെ തന്നെ മീശ വെച്ച് കാണാം. ഉണ്ടാവാ ചിരിക്കാൻ എന്റെ പിന്നിലൂടെ വന്ന് എന്റെ കണ്ണു പൊത്തുണ്ടാവും. അതിന് ചിലപ്പോ ഒരു ചിന്ത ഉണ്ടായി എന്നെ എടുത്ത് പാടവരങ്ങളിലൂടെ ചിലവിലൂടെ ആകാശത്തിലൂടെ നിങ്ങൾക്കറിയാലോ ഈ നാട്ടിൽ എന്തിനു വേണ്ടി ഈ ഒരു ജനമൈത്രി പോലീസല്ലേ സൗമ്യത്തിനല്ലേ നീ പറ. എന്താണ് നോക്കുന്നത്? എന്താണ് നോക്കിയ കേശവന്റെ വീട്ടിൽ കേശവൻ തന്നെ മീശ വെച്ചിട്ടാണല്ലേ നീ കിടന്ന് നികളിക്കുന്നത്. ഞാനിതിന് ഉള്ളിലാക്കോ ഇല്ലെങ്കിലുണ്ടല്ലോ വെറുതെ മീശ വെച്ച ധൈര്യത്തിന് വായാടാൻ നിൽക്കേണ്ടത്. മക്കളെ സംസാരിക്കാം. ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനല്ലേ? സാറേ എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ട് കിട്ടിയേക്കുന്നത്? എന്റെ ജാമ്യത്തിന് വിട് സാറേ. ഈ നാട്ടിൽ ആകെയുള്ള ലോകപ്പായിരുന്നു അത് ജാപാന്റെ കാലത്തോട് ഇങ്ങനെ പറഞ്ഞറിയാം ഈ പോലീസ് സ്റ്റേഷനൊക്കെ തകരില്ലേ? എവിടെങ്കിലും ഒന്ന് ഒതുങ്ങി ഇരിക്കുക. മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. എന്റെ അതിന് തൊണ്ടിമുളകൊന്നും കിട്ടിയില്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചിട്ടെങ്കിൽ എന്നെ പറഞ്ഞു വിട് സാറേ. എന്നെ കടിച്ച് ഇവരെ പിടിച്ചകത്തിട്ട് സാറേ. വേണ്ട സാക്ഷി പറഞ്ഞു പുറത്തു നിൽക്കുമ്പോ ഞാൻ നിനക്ക് എന്നോട് പറഞ്ഞ പോലെ ഉണ്ടാക്കില്ലേ? നിയമം കൈകൊടുക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. ഒരു കാര്യം ഇതാ നീ ആ കൈ വേണം ഇവിടെ വേണം. രണ്ടുപേരോ കയ്യും അങ്ങോട്ട് കൊടുത്ത് മനസ്സിലായോ? അപ്പൊ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് വീട്ടിൽ പോയ കൊള്ളാലോ. പക്ഷേ ഇത് നിന്റെ ഞാൻ വെച്ചോ ഓരോരോ വീട്ടക്കേസും കൊണ്ട് വന്നോ. എന്നോടെപ്പ പറഞ്ഞ എടുക്കാൻ വേണ്ടിട്ട് കോട്ടിക്ക് ഓരോരുത്തന്മാർ വന്നോളും ഓരോ ഊള കേസ് വെച്ച്.
ഈ വീസ എനിക്ക് ചേരുക. ജനമൈത്രി പോലീസ് ഉപകരണത്തിന് വേണ്ടിട്ടാ ഞാനൊന്നും അവിടെ കയറിയത്. ഇനി ഇതുകൊണ്ട് ഞാനൊരു കളി കളിക്കും. ഇതുപോലെ കുറെ വീശകൾ ഉണ്ടാക്കി ഞാൻ ഈ നാട് കത്തിക്കും. എന്താ ചെയ്യാ? എല്ലാവർക്കും ഇപ്പൊ പാണ്ഡ്യ വിഷയം നരസിംഹ വിഷയം ഒക്കെ വേണ്ട അത്ര. ഈ ആൾക്കാർക്കൊക്കെ എന്താണോ മതിയാവും? എന്താ മെഷീൻ പതിവില്ലാതെയാണല്ലോ മെഷീന്റെ മോഡല്. പക്ഷേ അനങ്ങി കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. കേശവേട്ടാ ഇടുമ്പോ നിൽക്കട്ടോ. കേശവേട്ടൻ ഇവിടെ പാട്ട് പാടിയിരുന്നോ? ഇത് കണ്ട അയച്ച മീശ ഒക്കെ തിരിച്ചു വന്നിരിക്കണം. ടാക്സി വിളിച്ചവരാ. ഇപ്പൊ മീശയ്ക്ക് വേണ്ടി GST വേണ്ടി എന്താണ്? നിനക്ക് പറ്റിയ മീശ ഈ കേസിൽ ഉണ്ടാക്കി തരുന്നു. ഇതുപോലെ എല്ലാം ഉണ്ടാക്കി. പിന്നെന്താ പ്രശ്നം? നീ വാ. ആ ശാന്തേച്ചി എന്താ സുഖം? ജാക്കറ്റ് വേണം. പിന്നെ നല്ല ഭംഗിയാണ്. നാട്ടിലെ പെണ്ണുങ്ങളെ കണ്ടു കുറച്ച് മുന്നിലേ കാട്ടത് ഇപ്പൊ കാണാൻ തീരുള്ളില്ലേണ്ടായി. പിന്നെ കേശവേട്ടൻ പറഞ്ഞല്ലോ എന്റെ മുടി നല്ലതാണ്. കേശവേട്ടൻ മുടിക്ക് ശ്രദ്ധയുള്ള പോലെ ആർക്കും ഇല്ല. അന്റെ കേശവേട്ട ഈ മീശയുടെ മുകളിൽ
എങ്ങനെയാണ് ചെലവായിട്ട് നമുക്ക് പഠിച്ചത് മാത്രമേ അടുക്കളയിൽ മലയാളത്തെ പിടിച്ച് ആശ്വാസമായി പടച്ചോനാണ് അത്ര മുമ്പ് നമുക്ക് ശരിയെ കണ്ടത് തോന്നാം അതാവില്ല അത് പറ്റില്ല അങ്ങനെയൊന്നും പറ്റൂലെന്ന് നിങ്ങൾക്കറിയോ കഴിഞ്ഞ ദിവസം വടക്കേര പ്രേമ കുട്ടിക്ക് മുല കൊടുത്തോണ്ടിരുന്നപ്പോ ഞാൻ ആരെയും കൂടെ കൊമ്പി ചുറ്റി നോക്കുന്നു കാര്യങ്ങളൊക്കെ കേശവ കേശവ കേശവൻ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മനസ്സിലാക്കാൻ ജീവിതമില്ല. നിങ്ങൾ എന്തായി പറഞ്ഞ എന്റെ മീശ അറിയാതെ ഞാനും എന്താ പറയുക എനിക്ക് മനസ്സിലാവില്ല. മീശ വെച്ച് ശാന്തായിട്ട് അതിലേക്ക് കെട്ടുന്നു നീ അറിഞ്ഞില്ല. എന്റെ മീശ അങ്ങനെ ചെയ്യില്ല. പിന്നെ ആരുണ്ടാക്കുന്ന മീശയാണെന്നല്ലോ നിർത്തിക്കോളും. ഇന്നത്തോടെ നിന്റെ മീശ കെട്ടോളും. മീശ കച്ചവടം നിർത്തിയാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കാം? അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇത് നിർത്തേ പറ്റൂ എന്റെ ആവശ്യം ഇപ്പൊ പറയണം
നിങ്ങളാരും ഭയക്കണ്ട. ഇതൊന്നും എന്റെ മീശയുടെ പണിയല്ല. ഇതൊക്കെ അവന്റെ മീശയുടെ പണിയാ. ഞാനുണ്ടാക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു മീശ. അതെ അതെ, ആ മീശ വെച്ച് നിങ്ങൾ ഓരോരുത്തരും ഒരു കളി കളിക്കണം. അവന്റെ കളിക്ക് മീതെയാവുള്ളൂ ആ കളി. ഞാനുണ്ടാക്കും ഒരു മീശ. എന്റെ മീശയുടെ ഇങ്ങോട്ടിരിക്കാം. ഇപ്രാവശ്യത്തെ മീശയുടെ സ്റ്റോക്ക് എങ്ങനെ ഉണ്ടാവും? ഇച്ചിരി മാറി ഇരുന്നാലോ? ഹലോ മിസ്റ്റർ പരേര, ഹൗ ഡു യു ഡു? ജോസ് പ്രകാശ് മീശ. നീ ഇപ്പോഴാ അമ്മനെ ദിനേശ നരസിംഹ മീശ. എന്തല്ലേ? ഓ മീശ, വണ്ടി മീശ, സാഡിസ്റ്റ് മീശ. എനിക്ക് നിൽക്കാൻ പറ്റില്ല. നീ എന്നിട്ടാണ് പഴക്കം പറഞ്ഞു പോണേ? എന്നിട്ട് വന്നിരിക്ക ആപ്പിള് വാച്ചതുണ്ടോ? മണം പോലും ഇഷ്ടമല്ല. അവൻ ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാനിറങ്ങിയതാ. നേരെ ഒരുപാടായി അവൻ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ. നീ ഇങ്ങോട്ട് ഇരിക്കണം. നീ കഴിക്കൊന്നും വേണ്ട. ഇടുക്കി അല്ല, നിന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ കാണാമല്ലോ. എന്തു പറയാനാ എന്റെ പിതാപര? കുളിച്ച് കുളിയും തൊട്ട് കുപ്പായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോ അവള് ഭാഗ്യം ഒരു ഗ്ലാസ് പാലുമായിട്ട് എന്നിട്ട് അവൾ എന്നോട് പറയുന്നു, തനേട്ടൻ നീ മീശ കാണാൻ എന്തൊരു ചേരാം. അത് കേൾക്കുമ്പോ ഞാൻ അവളെ നോക്കിയാ ഈ മീശ കണ്ടു. അത് നിന്റെ ഭാര്യ. ഈ ഫംഗസ് പിടിച്ച മീശ കണ്ടു. നടക്കും കുറെ ഫംഗസോ? അങ്ങനെ എടാ, ഈ കാവ് പിടിച്ച മീശ കണ്ടിട്ട് നിന്റെ ഭാര്യ കള്ളം പറയണതാ. ശരിക്കും എന്റെ മീശ കാവ് പിടിച്ചിട്ടുണ്ടോ? പിന്നല്ലാണ്ട് ഞാനെത്ര മീശ വെട്ടിയതാ, ഞാനെത്ര മീശ കണ്ടതാ എനിക്കറിഞ്ഞൂടെ. ഇനി ഞാൻ എന്താ ചെയ്യാം? അതിനൊക്കെ വഴിയുണ്ടടാ. നീ നിൽക്കേ. ഇത് കണ്ടോ? കരിമ്പത്തേഴ് മീശ. ഇത് ആദ്യം വെക്കുമ്പോ ഒരു ചവിട്ടുമ്പത്തൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോ ഒരു സുഖ. ഞാനിപ്പോ കേശവട്ടന്റെ അടുത്തൊന്ന് വാങ്ങിക്കൊണ്ടുവരണം. അന്ന് നീ ധൈര്യം വെച്ചോ. വെക്ക്. അത് വേണ്ട, അത് വേണ്ട. നീ കഴിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്? അടിപൊളി സാധനം. അവള് ആ ഭാഗ്യം ഇത്ര നാളും പറ്റിക്കുമായിരുന്നു. അവളുടെ ആപ്പിള് ഇനിയാണ് ശരിയാക്കും. ഒരു ഭാഗ്യം അവളുടെ അമ്മയുടെ ആപ്പിള് പണി പറ്റി. എന്തായാലും ഇപ്രാവശ്യത്തെ മീശകള് ചോറന്നെ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല.
ഞാനറിയാത്ത ഇവിടെ ഒരു കുളിയോ എന്നാ അതൊന്ന് കാണണമല്ലോ. എവിടെയായിട്ടായിരിക്കും? ഇവിടെ നിന്നെ പൊക്കാനെ ഞങ്ങൾ നോക്കി നിൽക്കുന്നു. നീ അണ്ണനെ കുരിശപ്പെടുത്ത ആൾക്കാരെ വഴി വെച്ചിരിക്കണല്ലോ. മീശ വെച്ച പെണ്ണുങ്ങൾ എന്റെ മീശ മുഴുവൻ കത്തിച്ചു. എനിക്ക് എന്റെ കയ്യിലിരിക്കുന്നത് പുലിക്കോടൻ മീശ മാത്രം മതി. ഇന്നും ഒരു കേസ് ഉണ്ടാവരുത് ഭഗവാനെ. കാലി എന്താ സുഖം ഒരു വീടിയും വെച്ച് നിങ്ങളുടെ ഒറ്റയ്ക്ക് സ്റ്റേഷനിൽ ഒരു കട്ടൻ ചായയും കൊടുത്തു. എന്താ സുഖം, അന്തസ്. ഞാൻ സാറേ പീതാംബരൻ. മനുഷ്യനെ പേടിച്ചല്ലോ. എങ്ങനെയാണോ മോനെ ഒരു സ്റ്റേഷനിലൊക്കെ കയറി? എന്റെ പൊന്ന് സാറേ, നാട്ടിൽ പുലി ഇറങ്ങി. അത് കണ്ട് പേടിച്ചോടി വന്നോ സാറേ. സത്യം പറഞ്ഞ ഇവർക്ക് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ? പുലിയല്ല സാറേ, പുലിമീശ വെച്ച പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടോ? അവര് വെച്ചോട്ടടാ, അവർക്കില്ല എന്നുള്ള അവകാശമൊക്കെ. പോന്തോടി ഏതുവരെ വരെ അവര് വെച്ചോട്ടടാ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? അവരെ കൽപ്പിച്ച ചെവി കൊണ്ട് കേട്ടതാ. അടുത്തത് അവര് പോലീസ് സ്റ്റേഷനാണ് കത്തിക്കുക. അപ്പത്തൊട്ട് തുടങ്ങിയതാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്റെ പൊന്ന് സാറേ, സാറിന് എന്താ മനസ്സിലാവാത്തത്? പുലിമീശ വെച്ച പെണ്ണുങ്ങള് തീവ്രവാദം നടത്താനാ പരിപാടി. ഇതിനൊക്കെ പിന്നിലെ ആ കേശവനാ. കേശവനോ? ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ പുലിമീശ കൊടുത്ത് ഭീകരവാദം നടത്താണ് സാറേ. സാർ അവരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ഒന്ന് ചോദ്യം ചെയ്ത കാര്യം മനസ്സിലാവും. കസ്റ്റഡിയിലെടുക്കൊന്നും വേണ്ട. അത് ജനമന്ത്രി പോലീസ് സ്റ്റേഷനല്ലേ, അവര് നൈസായിട്ടൊന്ന് ഉപദേശിച്ചാണ്. അറിയാലോ ആണല്ലേ? സാറിങ്ങനെ മൈത്രി പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ രാത്രി സ്റ്റഡി ക്ലാസ് നടക്കുന്നതാ കേട്ടത്. സ്റ്റഡി ക്ലാസ്? ആ, ഓരോത്തേന്ന് കേശവും മീശോ ഉണ്ടാക്കുന്നത് വിദേശ മെറ്റീരിയൽ വെച്ചാന്നാ കേട്ടത്. വിദേശ വ്യക്തിയിലോ? ആ, അതല്ലേ സാറേ ഞാൻ പറഞ്ഞത്. ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ട്. സാർ ഈ ജനമൈത്രി മീശ മാറ്റിയിട്ട് ഈ പുലിക്കോടൻ മീശ ഇട്ടെന്ന് വെച്ചാട്ടെ. ആ മൈത്രിയല്ല ആവശ്യം. എല്ലാവരെയും കുറ്റവാളികളായി കണ്ട് സംശയബുദ്ധിയോടെ ചോദ്യം ചെയ്യണം. തീവ്രവാദം ഈ അസൽ പുലിക്കോടൻ ശേഖരന്റെ ചെങ്ങപ്പതിയിൽ വെച്ച് ബോധിപ്പിക്കുക. എവിടെയാണ് കേശവൻ? കേശവൻ എത്ര പെട്ടെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങേണ്ടതാണ്. സാറേ, കേശവൻ മാത്രം കീഴടങ്ങിയാ മതിയോ? കൂടെ ഉള്ള പുലിമീശ വെച്ച പെണ്ണുങ്ങള് മുഴുവൻ കീഴടങ്ങണ്ടേ? കയ്യെടുക്കടാ, കയ്യെടുക്കാൻ. ഇതേ എന്റെ പോലീസ് സ്റ്റേഷനാ. എസ് ഐ സോമശേഖരന് പഠിക്കണ അവസരമുണ്ട്. പുലിമീശ വെച്ച പെണ്ണുങ്ങളുടെ
എന്താടാ എന്റെ മീശ കള്ളന്മാരെ കൊണ്ടുപോയി അമ്മ. പോവാൻ മാത്രം നിനക്ക് എവിടെയാണ് മീശ വിജുപ്പയെ പറയുന്നത് കണ്ടല്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഈ വീടി ആ കമ്പനി ഒന്ന് കൊടുത്തിട്ട് വാ. എന്റെ മോനെ യേശു, എന്റെ മോൻ മീശയിൽ നിന്ന് കയറി വിഷമിക്കണ്ടടാ. നിനക്കുള്ള മീശ നിന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ മുളച്ചോളൂ. പോയിട്ട് വാ. അമ്മ പറഞ്ഞ സത്യ. എനിക്കുള്ള മീശ എന്റെ മനസ്സിൽ അങ്ങോട്ട് മുളച്ചോളൂ. എന്താ വേഷം? ഈ ഷർട്ട് കേശവേട്ടന് വേണ്ടി പുതിയതാണ്. ഇതോ എനിക്കോ? ഹായ്, കേശവേട്ടനെക്കാളും നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങണ്ടോ? ഈ ഷർട്ട് വരവിലൂടെ ഓടിച്ചു വന്ന് കേശവേട്ടനെ ഒന്ന് ഓർത്തു നോക്കിയേ. എല്ലാ രസം. ഇങ്ങനെ പള്ളിയിലേക്ക് പോകാൻ ഭംഗിയുണ്ടോ? ശരിക്കും ശരിക്കും ഈ കുടിമീശ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ പൊടി വീശ ഹൃദയം മോഷ്ടിച്ചു പോകും നീ കണ്ണാടി ഞാൻ നോക്കും നേരം മീശയൊന്നു നേരെയാക്കും ഞാനിത് കണ്ടാൽ അവൾ ചിരിക്കുമോ എന്നൊരു ചിന്തയിൽ ജീവിക്കുന്നു.